KPCC പ്രസിഡന്റ് ആരാകുമെന്ന ചർച്ചയായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കു മേലെയായി നടന്നുകൊണ്ടിരുന്നത്. കെ സുധാകരൻ ഇപ്പോൾ മാറുമെന്നും മാറില്ല എന്നും പുതിയ ആള് വരുമെന്നും വരുന്നത് ഈ ആളാണെന്നും ഒക്കെയുള്ള പല പ്രചാരണങ്ങളും കഴിഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്നതിനോട് സണ്ണിയോട് വലിയ മമതയുള്ള സുധാകരന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴും സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആയത് തന്നെ ആരും നേരത്തെ അറിയിച്ചിരുന്നില്ല എന്നുള്ള പരിഭവവുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. സണ്ണി ജോസഫിനെയാണ് KPCC പ്രസിഡന്റ് ആക്കുന്നതെന്ന് നിയമിച്ച ശേഷമേ അറിഞ്ഞുള്ളൂ എന്ന് കെ സുധാകരൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചപ്പോൾ തീരുമാനമെടുത്തതായി മനസ്സിലായിരുന്നു. എന്നാൽ ആരെയാക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. അക്കാര്യം ഇന്നാണ് അറിഞ്ഞത്. ആരെ പുതിയ പ്രസിഡന്റ് ആക്കണമെന്ന കാര്യം മുതിർന്ന നേതാക്കളോടെല്ലാം AICC നേതൃത്വം സംസാരിച്ചിട്ടുണ്ടാകും. 4 വർഷം KPCC പ്രസിഡന്റ് ആയിരുന്നു. ഒരേ സ്ഥാനത്തിരിക്കുമ്പോൾ ആർക്കും മടുക്കും. സണ്ണി ജോസഫ് കർക്കശ ബുദ്ധിയുള്ള ആളാണെന്നും കെ സുധാകരൻ പറഞ്ഞു. കെ സുധാകരൻ അടക്കമുള്ളവരുടെ പിന്തുണയോടെ സംഘടനയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തനം നടത്തുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റാതിരിക്കാനുള്ള അണികളുടെ ശ്രമം പാഴ്വേലിയായി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ കാസർഗോഡും കണ്ണൂരിലും വ്യാപക പോസ്റ്റർ ഫ്ലക്സ് പ്രചരണമാണ് ഇവർ നടത്തിയത്. കാസർഗോഡ് DCC ഓഫീസിന് മുന്നിൽ പതിച്ച പോസ്റ്ററിൽ യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കും, കെ സുധാകരൻ തുടരട്ടെ എന്നാണുള്ളത്. ഉദുമ, പരപ്പ, വെള്ളരിക്കുണ്ട് എന്നിവിടങ്ങളിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. DCC ഭാരവാഹിയായ മലയോരത്തെ ഉന്നതനും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവുമാണ് പോസ്റ്റർ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിലാണ് പോസ്റ്ററും ഫ്ലക്സ് ബോർഡും. പയ്യന്നൂർ നഗരത്തിൽ പതിച്ച പോസ്റ്ററിൽ ജനനായകൻ KS തുടരണമെന്നും ആവശ്യപ്പെടുന്നു. KPCCയിലെ അഴിച്ചുപണി ഏറ്റവും വലിയ തിരിച്ചടിയായത് വനിതകളടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കാണ്. അപ്രതീക്ഷിതമായാണ് പലരുടെയും തലയിലുണ്ടാകും. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉയരാനാണ് സാധ്യത. KC വേണുഗോപാലിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. പ്രസിഡന്റിനെ മാറ്റിയേ തീരുവെന്ന ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടാണ് കെ സുധാകരന് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സുധാകരനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്ന മുന്നറിയിപ്പ് നൽകിയത് കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശങ്ങളെയും തള്ളി. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ കൊടുത്ത ഷാനിമോൾ ഉസ്മാന്റെ പേര് വെട്ടിയാണ് ഷാഫിയെ വെച്ചത്. ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞ് നാണം കെടുത്തിയതിനും നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഒന്നാം പേരുകാരനായി പരിഗണിക്കുന്നത് ആന്റോയെ ആണെന്ന് പുറത്തുവിട്ടത് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ തന്നെയാണ്. അബ്കാരി എന്ന മേൽവിലാസം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്ന അടൂർ പ്രകാശിനെ നീക്കിയത്. എന്നാൽ UDF കൺവീനർക്ക് അബ്കാരി പരിവേഷം നല്ലതാണോ എന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ തീരുമാനം നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്താണ് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിച്ചത് എന്നും തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും സതീശൻ പുൽപ്പള്ളിയിൽ പറഞ്ഞു. എന്നിരിക്കുമ്പോഴും കെ സുധാകരന്റെ താൻ ഒന്നും അറിഞ്ഞില്ല എന്ന വാദം ശക്തമായി തുടരുകയാണ്.